ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ വിനോദ് കുമാർ ചെയ്തു കൊടുത്തു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനുള്ള തെളിവുകളും വിജിലൻസിൽ ലഭിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഇത് ഏത് കേസിലെ പ്രതികൾക്കാണ് ഇത്തരത്തിൽ വഴിവിട്ട് സഹായം ചെയ്യുകയും അവർ പ്രത്യുപകാരം നൽകി അത് സ്വീകരിക്കുകയും ചെയ്തത് ഈ വിനോദ് കുമാർ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ജയിൽ DIG ആണെങ്കിലും ഈ വിനോദ് കുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങിയത്, അതായത് പണം വാങ്ങി തടവുകാർക്ക് സഹായം ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയത് നേരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലെ DIG ആയിരിക്കുന്ന സമയം മുതൽ തന്നെ, അതായത് ഏകദേശം ഒരു 6 മാസം മുൻപ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വിജിലൻസിന്റെ പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലായിരുന്നു, വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷം പിന്നീട് നേരെ ജയിൽ DIGയിലേക്ക്, ആ തസ്തികയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മേധാവിയായി എത്തുന്നു. അങ്ങനെയുള്ള സമയത്ത് വീണ്ടും നിരീക്ഷണം ഏർപ്പെടുത്തി. പിന്നീടാണ് ഗൂഗിൾ പേ മുഖേന ഈ ജയിൽ തടവ് പുള്ളികളുടെ ബന്ധുക്കളിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ തന്നെ ഗൂഗിൾ പേ മുഖേന പണം ലഭിച്ചതായി തെളിവ് ലഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 1,80,000 രൂപ വാങ്ങിയതായി വിനോദ് കുമാറിന്റെ മൊബൈൽ ഫോണിൽ നിന്നും തെളിവ് ശേഖരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ വൈരുദ്ധ്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റു തെളിവുകൾ കൂടി നിലവിൽ വിജിലൻസ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ജയിൽ DIG വിനോദ് കുമാറിനെതിരെ നിലവിൽ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകിയിട്ടുണ്ട്. ഇയാളുടെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ വേണമെന്ന ശുപാർശ നിലവിൽ വിനോദ് കുമാറിനെതിരെ വിജിലൻസ് നൽകിയിട്ടുണ്ട്. പൂജപ്പുര സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 കേസെടുത്തത്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപേ തന്നെ പരാതി ലഭിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി ഇയാൾ പണം വാങ്ങിയിരുന്നത് പണം ഈ തടവുകാർക്ക് സഹായം ചെയ്ത് നൽകുക, അതായത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികൾ ഈ ജയിലിലേക്ക് എത്തിച്ചു നൽകുക, അല്ലെങ്കിൽ പുറത്തു നിന്ന് അകത്തേക്കോ അകത്തുനിന്ന് പുറത്തേക്കോ, അത് മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടക്കം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ വാർത്തയായി പുറത്തു വന്നിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ജയിൽ DIG തന്നെ ഇതിന്റെ സഹായം ചെയ്തു വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മൊബൈൽ ഫോൺ അല്ലാതെ ഏതൊക്കെ കേസുകളിലെ പ്രധാനപ്പെട്ട പ്രതികളാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ തടവുപുള്ളികളാണോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കാണോ ഇയാൾ ഈ വഴിവിട്ട സഹായം ചെയ്തിട്ടുള്ളത്? പ്രത്യേകിച്ചും ഇതിൽ വിജിലൻസ് മനസ്സിലാക്കുന്നത് ഇയാൾ ഈ പണം വാങ്ങി സാധാരണക്കാരെ, പണം വാങ്ങുന്ന തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമാണ്. അങ്ങനെയുള്ള സഹായം ചെയ്തു വന്നതിൽ മറ്റെന്തെങ്കിലും ആളുകൾക്ക്, മറ്റു ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള സഹായം, വഴിവിട്ട സഹായം ചെയ്യുമ്പോൾ ജയിൽ DIG അല്ലാതെ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥർക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ വഴിവിട്ട സഹായം ചെയ്തതിൽ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നിലവിൽ വിജിലൻസിന്റെ പരിധിയിലുണ്ട്. അതാണെങ്കിലും ഇയാൾക്കെതിരെ നിലവിൽ വിജിലൻസ് കേസെടുത്തിരിക്കുകയാണ്. ശരി മനീഷ്, എന്തായാലും അങ്ങേറ്റം ഗൗരവമുള്ള വിവരങ്ങളാണ് വരുന്നത്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ഈ വിനോദ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തു, അത് കണ്ടെത്തിയിട്ടുണ്ട്. വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. മറ്റാരെങ്കിലും ഒക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.